എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് ചെടിയുടെ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാ. അപ്പോൾ ഇന്ന് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത് ഗോൾഡൻ ഫേണില്ലേ അതാണ്. അപ്പോൾ അതിൻ്റെത് കുറച്ച് തൈയൊക്കെ കിളുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചട്ടിയിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചട്ടിയിലോട്ട് മാറ്റിയിട്ട് ഗേറ്റിൻ്റെ അടുത്ത് കുറച്ച് ഞാൻ സ്പൈഡർ പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട് മതിലിൻ്റെ മുകളിൽ. അപ്പോൾ താഴെ വശത്തൂടെ ഗോൾഡൻ ഫേൺ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ആദ്യം കുറേശ്ശെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാണകവും കുറച്ച് ജൈവവളം മണ്ണിൽ മിക്സ് ചെയ്തിട്ടാണ് നടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ വാങ്ങിച്ച് നട്ടിരുന്ന പ്ലാന്റിൻ്റെ വേരിൽ നിന്ന് പൊട്ടിക്കിളുത്ത് കുറേ മണ്ണിലോട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് പറിച്ചുകൊണ്ട് വന്നതായത്. അപ്പോൾ 2-3 തൈ വെച്ചിട്ട് ഒരെണ്ണത്തിനകത്ത് ഞാൻ നടുന്നത്. അങ്ങനത്തെ ഉച്ചയ്ക്ക് ഞാനൊരു 2-3 ചട്ടി നട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി വൈകുന്നേരം 2 കൂടെ നട്ട് ഒരു 5 ചട്ടി ഇന്നത്തെ നട്ടു. അപ്പോൾ അങ്ങനെ കുറച്ചെണ്ണം ആക്കിയിട്ട് ഒരു 10-20 എണ്ണം വേണ്ടി വരുമായിരിക്കും. ആ ഗേറ്റിൻ്റെ അടുത്ത് താഴെയല്ല ഒരേ ലെവലിൽ നിൽക്കുന്ന 2 സൈഡുമായിട്ട്. അപ്പോൾ ഇന്നൊരു 5 എണ്ണം വെക്കാമെന്ന് വിചാരിച്ചു. ഇത് വേഗം നല്ല പിടിക്കുന്നതാണ്, നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യുന്നതാണ്. ഇതിൻ്റെ ലീഫിന് കുറച്ചൊരു ഷെയ്ഡ് പോലെ ഉണ്ട്, ഒരു ചെറിയ ലൈൻ പോലെ ഉള്ളതാണ്. മതിലിൻ്റെ 2 സൈഡിലും സ്പൈഡർ പ്ലാന്റ് വെച്ചപ്പം അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ താഴെ ഈ ഗോൾഡൻ ഫേണിലൂടെ നിന്നാൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുമല്ലോ ഗേറ്റിൻ്റെ അടുത്തെന്ന് വിചാരിച്ച്. മതിലൊക്കെ കുറച്ച് വൃത്തിയാക്കാനുണ്ട്, പായലൊക്കെ പിടിച്ചിട്ടുണ്ട്, അത് പിന്നീട് ചെയ്യാം. അപ്പം ചെടിയൊന്ന് വെച്ച് നല്ല ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു. ആ ചെറിയ ഗേറ്റിൻ്റെ അടുത്ത് ഞാനൊരു പിങ്ക് പൂവുണ്ടാകുന്ന ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. അതത്ര അങ്ങ് ശരിയായിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഒരു പൂവൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അത് പിന്നെ നന്നാകുന്നുണ്ടായിരുന്നില്ല. ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഒരു മാവിൻ്റെ ചുവട്ടിൽ അത് ഗേറ്റ് വരുന്നത്, അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, അതത്ര നന്നായിട്ടില്ല. ഇനി അത് കുറച്ചുകൂടെ നോക്കിയിട്ട് നന്നാകുന്നില്ലെങ്കിൽ അതും ഒന്ന് മാറ്റി നടണം. പല പല ചെടികൾ ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഒരേപോലത്തെ ചെടി അടുപ്പിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം സ്റ്റാർട്ടിങ് ഗേറ്റ് തൊട്ടിട്ടൊന്ന് ശരിയാക്കി വരാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തൊട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് തന്നെ ഇപ്പം കുറച്ചൊക്കെ തൈ മാറ്റി നടാനുള്ളതാണെങ്കിൽ അങ്ങനെ മാറ്റി നട്ട് കുറേ എണ്ണം ആക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു കാണാനൊരു ഭംഗിയുണ്ട് അടുപ്പിച്ച് ഒരേപോലത്തതാവുമ്പോൾ. ഈ ഇലച്ചെടികളൊക്കെ അങ്ങനെയാണ് ഭംഗി, ഈ ഒരേപോലത്തത് അടുത്തടുത്ത് നിൽക്കുമ്പോൾ കാണാനാണ് കുറച്ചുകൂടെ ഭംഗി തോന്നുന്നത്. ഇലച്ചെടി മാത്രമല്ല, കടലാസ് ചെടിയൊക്കെയാണ് ഒരേ കളർ തന്നെ അടുത്തടുത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ചെത്തിയുടെയൊക്കെ ആണെങ്കിലും അങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് കടലാസ് ചെടിയും അടുപ്പിച്ച് നടാനുള്ളതുണ്ട്. അപ്പോൾ അത് പിന്നീട് അതും ചെയ്യണം. ഇനി ഒരു 3-4-5 ചട്ടി കൂടെ നടാനുള്ള തൈയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം കുറച്ച് സമയം എടുത്തേ അതൊന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. ഒരേപോലെ ലെവലാക്കി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ പുതിയ തൈ ഉണ്ടാകണം ഇനി മാറ്റി നടണമെങ്കിൽ. ഇനി ഒരു 3 എണ്ണത്തിനൂടെ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ നേരത്തെ നട്ടതും കൂടെ കൂടിയിട്ട് എല്ലാം കൂടെ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ട് വെക്കാം. ഇത് ഞാൻ നേരത്തെ നട്ട് 3 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉച്ചയ്ക്ക് ഒരെണ്ണം കുറച്ചെണ്ണം നടാൻ പറ്റിയായിരുന്നു. അത് ഒരു ഉച്ച സമയത്ത് ഞാൻ ഇറങ്ങി 3 എണ്ണം നട്ട് വെച്ചു. ബാക്കിയെല്ലാം കൂടെ വൈകുന്നേരം നട്ടിട്ട് ഇപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് വരാം. ഇല്ല, നീളമുള്ള ചട്ടിയിലുള്ള പിങ്ക് പൂ ഉണ്ടാകുന്ന ചെടി ഉണ്ടായിരുന്നത്. ചെറുതായിട്ട് ഇലയൊക്കെ ഉണ്ട്, എന്നാലും അതത്ര നന്നായിട്ടില്ല. ഇങ്ങനെ ഞാൻ ഒന്നുകൂടെ വളമൊക്കെ ഇട്ട് കൊടുത്തതാണ്, പക്ഷെ ശരിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ പണി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക.